വിശ്വസ്ത ദൈവമല്ലോ, എന്നെ വിളിച്ചവൻ വിശ്വസ്ത ദൈവമല്ലോ, എന്നെ വിളിച്ചവനെ വിശ്വസ്ത ദൈവമല്ലോ, എന്നെ വിളിച്ചവനെ വിശ്വസ്ത ദൈവമല്ലോ, നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല, സർവവല്ലഭൻ അങ്ങേ പോലൊരു വചനം പറയുന്നത് നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഭൂമിയിൽ നിന്ന് കളയും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത വാക്യം തന്നെയാണ്. ഞാൻ തുടർന്ന് മൊത്തം 7 കാര്യങ്ങൾ. അത് ആദ്യത്തെ കാര്യം പഠിപ്പിച്ച എന്തായിരുന്നു? ദൈവത്തോടുള്ള വിശപ്പ് നിങ്ങൾക്ക് നഷ്ടമാകും. നിങ്ങൾ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം നടക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള വിശപ്പ്. അതിന്റെ കാര്യം നമുക്ക് ദൈവത്തോട് വചനം വായിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ ഒരു ദിവസമല്ല 2 ദിവസമല്ല, ആഴ്ചകൾ മാസങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ദൈവത്തോടുള്ള വിശപ്പ്. ഏത് മക്കളും ദൈവമക്കൾക്ക് ഈ വചനമാണ് ആഹാരം. നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ എന്താവശ്യം? ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. സോ നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്ക് എന്താണ് വായിക്കുവാൻ നമുക്ക് ഇഷ്ടമല്ല. നാം അതിനുവേണ്ടി സമയം കണ്ടെത്തില്ല. അത് ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ജീവിതങ്ങളിൽ ആഴ്ചകളാകും മാസങ്ങളാകും നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നമുക്ക് സമയം കണ്ടെത്താറില്ല. ദൈവത്തോടുള്ള വിശപ്പ് എന്താണ്? അതെന്താണ് സൈന്? നമ്മുടെ ശരീരത്തിൽ വിശപ്പുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണമെന്ന് നമ്മൾ അറിയാൻ കഴിയും. നാം ഇപ്പോഴും ജീവിച്ചിട്ടുള്ള എന്താണ്? കൃത്യസമയത്ത് നമുക്ക് വിശപ്പ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ രാവിലെ കഴിച്ച് സമയം 12 നമുക്ക് എന്താണ് അടുത്തത്? ഒരു വിശപ്പിന്റെ വിളി തുടങ്ങും. അത് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ വൈകിട്ട് അല്പം സ്നാക്സുകൾ കഴിക്കും, അല്ലെങ്കിൽ രാത്രി നമുക്ക് ഭക്ഷണം കഴിക്കും. എനിക്ക് വിശപ്പേ ഇല്ലെങ്കിൽ പറഞ്ഞാൽ ആ ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതേപോലെ ദൈവമക്കൾക്ക് ദൈവത്തിന്റെ വചനമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ, വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തോടുള്ള വിശപ്പ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത്, നമ്മൾ പാപത്തോട് കോംപ്രമൈസ് അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കും. എന്താണ്? എന്നെ കുറിച്ച് ദൈവത്തിന് അറിയാം, നമ്മൾ തന്നെ സമാധാനപ്പെടുത്തും. എന്റെ അവസ്ഥ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പാപം ചെയ്താലും തെറ്റല്ല എന്ന് ചിന്തിച്ച് നാം പാപത്ത് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാട്ടോ? മൂന്നാമത്തെ കാര്യം നമ്മൾ വായിച്ചത്, നാം ലോകത്തോട് കടന്നു പോകും. നമ്മൾ എങ്ങനെ കടന്നു പോകുന്നത്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഈ ലോകത്തിൽ നാം ജീവിച്ചാലും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്ന മകനായി മകളായി ജീവിക്കണം. നാം എന്താണ്? ഞായറാഴ്ച മാത്രം നമ്മൾ പള്ളി വരും. നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ കാണിക്കും. ഞാൻ ഭയങ്കര വിശുദ്ധനാണ് എന്ന് ഞായറാഴ്ച നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പള്ളി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഒരു ദൈവ പൈതലെന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം. ഞാനല്ല, ദൈവം സന്തോഷിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ലോക മനുഷ്യർപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും. നിങ്ങൾ പറയണം, നിങ്ങൾ എവിടെയാണോ ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്വഭാവങ്ങൾ,
നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ നടക്കை, ഞാൻ ഒരു ദൈവ പൈതലാണ്. നിങ്ങൾ ലോക മനുഷ്യരെ പോലെ ചീത്തരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ സാക്ഷ്യം പോകും. നിങ്ങൾ ലോക മനുഷ്യരെ പോലെ മദ്യപിക്കും, പുകവലിക്കും എന്ന് കാണിച്ചാൽ നിങ്ങളുടെ സാക്ഷ്യം പോകും. നാം ദൈവത്തെ അറിയാതെ പോലെ പലതും നാം ചെയ്ത് ലോക മനുഷ്യരെ പോലെ ജീവിച്ച് ആ ദൈവത്തെ അറിഞ്ഞ ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിലും നിങ്ങളും വെളിപ്പെട്ടില്ലെങ്കിൽ നാം ലോകത്തോട് നാം എന്ത് ചെയ്യണം? കലർന്നുപോയി. മുഖാന്തരം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും. നാലാമത്തെ കാര്യം നമ്മൾ എന്താ നോക്കിയത്? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകും. നമുക്ക് തലക്കാൻ എല്ലാം ചെയ്യും, എന്നാൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ രാവിലെ ഇരുട്ട് നമ്മൾ എത്ര പേർ പ്രാർത്ഥിച്ചു? പള്ളി പോകണം, അതുകൊണ്ട് പ്രാർത്ഥിച്ചു പോകാൻ അങ്ങനെ പ്രാർത്ഥിച്ചതുണ്ട്, അല്ലേ? അല്ലെ, അങ്ങനെയല്ലോ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്റെ അപ്പോഴും സംസാരിക്കണം, എനിക്ക് സമയം ചെലവഴിക്കണം, അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കടമയ്ക്കായി പ്രാർത്ഥിക്കരുത്. നമുക്ക് തിരക്കുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റി വയ്ക്കണം. അത് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നമ്മളിപ്പോ കാണുന്നത് അഞ്ചാമത്തെ കാര്യം. നമ്മൾ അഞ്ചാമത്തെ കാര്യം നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഫലം കായ്ക്കാതെ സംതൃപ്തരാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാണത്തില്ല? ഫലം കാണത്തില്ല. നാം ദൈവമക്കളെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫലം വേണം. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു മാങ്ങ നിങ്ങൾ ചെയ്ത് വെച്ച്, മാങ്ങയുടെ മരം നിങ്ങൾ വെച്ച്, നിങ്ങൾ വർഷങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ കായ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരക്കും. 1 വർഷമായി, 2 വർഷമായി, 3-ാമത്തെ വർഷം അത് കായ്ച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് ഗുണമുണ്ട്. നിങ്ങൾ വെച്ചതിന് ഒരു ഗുണമുണ്ട്. എന്താണ്? ഞാൻ ഒരു മാങ്ങയുടെ മരം വെച്ച് അത് വളർന്ന് ഇപ്പോൾ ഫലം കായ്ച്ചു. 5 വർഷമായി, 6 വർഷമായി അത് ഫലം കായ്ച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും? വെട്ടി കളയും. ഇത് തന്നെ ദൈവം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഫലം ദൈവം കായ്ക്കുമെന്ന് കർത്താവ് ഇത് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ കർത്താവ് ചെയ്യും, വെട്ടി തീ ഇടും. നാം ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. ഞാൻ ഫലം കായ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ജീവിതം, ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി.